കേരളം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പോകുന്നത് പോലെ തന്നെയാണ് ബീഹാറും. ബീഹാറിന്റെ കാര്യത്തിൽ പക്ഷേ ഈ വർഷം തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നുള്ളത് കൊണ്ട് കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വം നിർണായകമായ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുകയാണ് ഇവിടെ. അതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം ചെയ്തത് ബീഹാറിലെ ദളിത് വോട്ടുകൾ ഉറപ്പിക്കുക എന്നുള്ളതാണ്. വിജയപരാജയങ്ങൾ തീരുമാനിക്കാൻ പാകത്തിന് ദളിത് വോട്ടുകൾ ആ സംസ്ഥാനത്തുള്ളത് കൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയാണ് ഇത്തരത്തിൽ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു അഴിച്ചുപണി നടത്തി ചില മാറ്റങ്ങൾ വരുത്തുന്നത്. ഇവിടെ നിലവിലെ അഖിലേഷ് പ്രസാദ് സിംഗിനെ മാറ്റി സംസ്ഥാനത്തെ പ്രമുഖ ദളിത് മുഖമായ രാജേഷ് കുമാറിനെ ബീഹാർ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പുതിയ അധ്യക്ഷനായി നിയമിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്ത് ദളിത് പിന്തുണ ഏകീകരിക്കാനുള്ള പാർട്ടിയുടെ ശ്രമമായാണ് ഈ തീരുമാനത്തിലേക്ക് പാർട്ടിയെ കൊണ്ടെത്തിച്ചത്. മഹാരാഷ്ട്ര അടക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് വലിയ പരാജയമാണ് ഏറ്റുവാങ്ങിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നിർണായകവും വോട്ട് പെട്ടിയിലാക്കാനുമായിട്ടുള്ള തീരുമാനങ്ങൾ പാർട്ടി കേന്ദ്ര നേതൃത്വം കൈക്കൊള്ളുന്നത്. ഇവിടെ JDU നേതാവ് മങ്ങിത്തുടങ്ങിയിരിക്കുന്നു എന്ന സർവേ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ലാലു പ്രസാദ് യാദവിന്റെ RJDയുമായി ചേർന്ന് ഒരു വലിയ ഗെയിം കളിക്കാൻ തന്നെയാണ് കോൺഗ്രസ് പദ്ധതിയിട്ടിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആണ് കുടുംബയിൽ നിന്നുള്ള ദളിത് നേതാവും സിറ്റിംഗ് MLAയുമായ രാജേഷ് കുമാർ രാഹുൽ ഗാന്ധിയുമായി ഏറെ അടുപ്പം സൂക്ഷിക്കുന്ന നേതാവാണ്. അഖിലേഷ് പ്രസാദ് സിംഗിനും പാർട്ടിയുടെ ബീഹാർ ചുമതലയുള്ള നേതാക്കളും തമ്മിൽ ചില അസ്വാരസ്യങ്ങളൊക്കെ രൂപപ്പെട്ടിരുന്നു. പാർട്ടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് ജനസമ്പർക്ക പരിപാടികളുമായി ബന്ധപ്പെട്ട സിംഗ് അടുത്തിടെ അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തു. പിന്നാലെയാണ് അദ്ദേഹത്തെ മാറ്റി രാജേഷ് കുമാറിന് ചുമതല നൽകുന്നത്. രാജേഷ് കുമാറിനെ ബീഹാറിന്റെ അധ്യക്ഷനാക്കണമെന്ന് ആവശ്യം നേരത്തെ തന്നെ ഉയർന്നതാണ്. എന്നാൽ അന്നത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് സിംഗിനെ തെരഞ്ഞെടുക്കുകയാണ് ഉണ്ടായത്. ഏറെ സ്വാധീനമുള്ള ഭൂമിഹാർ സമുദായത്തിൽപ്പെട്ട സിംഗ് RJD മേധാവി ലാലു പ്രസാദ് യാദവുമായുള്ള അടുപ്പമുള്ള ആളുകൂടിയാണ്. എന്നിരുന്നാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അദ്ദേഹം കൈകാര്യം ചെയ്തതിൽ, പ്രത്യേകിച്ച് മകന് ടിക്കറ്റ് ഉറപ്പാക്കിയതും RJDയുമായി സീറ്റ് പങ്കിടൽ ചർച്ചകളിലും അദ്ദേഹം വഹിച്ച പങ്ക് പാർട്ടിക്കുള്ളിൽ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. അതേസമയം രാജേഷ് കുമാറിനെ നിയമിക്കുന്നതിലൂടെ ദളിത് വോട്ടർമാർക്കിടയിൽ തങ്ങളുടെ അടിത്തറ ശക്തിപ്പെടുത്തുക എന്നതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യമെന്ന വ്യക്തമായ സന്ദേശമാണ് ഇവിടെ നൽകുന്നത്. അതേസമയം RJDയുമായുള്ള സഖ്യ ചർച്ചകളിൽ രാജേഷ് കുമാറിന് എന്തൊക്കെ ചെയ്യാനാകും എന്നതും ഉറ്റുനോക്കുന്നുണ്ട്. ഈ വർഷം അവസാനമാണ് ബീഹാർ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുക.